അസ്സലാമു അലൈക്കും. നമസ്കാരം. കാന്തപുരത്തിനെ കൊണ്ട് പറയിക്കുന്നതായിട്ട് കണ്ടു. പ്രവാചകൻ്റെ മുടി 1/2 സെൻറ്റിമീറ്റർ വലുതായിരുന്നു. എന്ത് വിഡ്ഢിത്തമാണ് പറയണം. നമ്മളിൽ നിന്ന് കളഞ്ഞ മുടി 1/2 സെൻറ്റിമീറ്റർ വളരുന്നു എന്നുള്ളത്. ഇസ്ലാമിക രീതി അനുസരിച്ച് 40 ദിവസത്തിനുള്ളിൽ നമുക്ക് വളരുന്ന മുടികൾ നമ്മൾ വെട്ടിക്കളയും, അല്ലേ? വടിച്ചു കളയും, വെട്ടിക്കളയും. അല്ലെങ്കിൽ അതൊരു വിരൂപിയെ പോലെ പോകും നമ്മൾ. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നു. ആ മുടി വളരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പ്രവാചകൻ്റെ മുടിക്ക് വളരാം, അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചേക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു പ്രബോധകൻ മാത്രം എന്ന് പഠിപ്പിച്ച നല്ലൊരു മതം. ആ മതത്തെയാണ് ഇങ്ങനെ ഈ വികൃതമാക്കുന്നത്. തൊട്ടടുത്തൊരു വേറൊരു പണ്ഡിതൻ പറയുന്നത് ഞാനിന്ന് യൂട്യൂബിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റി പണിതിട്ടുണ്ട്. ആ സിറ്റിയിൽ അദ്ദേഹത്തെ നാളെ അടക്കം ചെയ്ത് ആ മക്ബറ ഒരു വലിയൊരു വിശാലമായ ഒരു മക്ബറ ഉണ്ടാക്കണമെങ്കിൽ നമുക്കതുകൊണ്ടൊരു വരുമാനമാണ്. ഈ വരുമാനവും തീറ്റയും മാത്രമേ ഉള്ളൂ ഈ ഹൗമിന് ചിന്ത, വേറെ ഒന്നുമില്ല. അതിൻ്റെ ആളുകൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടാൻ വേണ്ടി ഇറങ്ങുന്നു ആളുകൾ? നിങ്ങൾ കൈ നീട്ടാത്തൊരു സമുദായമായി മാറ്റാം. ആദ്യം കൈ നീട്ടാത്തൊരു സമുദായം അങ്ങനെ നിങ്ങൾ മാറ്റിയെടുക്കുക. അങ്ങനെ നിങ്ങളോടൊപ്പം നമ്മൾ ചേരാം. ഈ വക വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് വരും തലമുറയെയാണ് നിങ്ങൾ മുറിവേൽപ്പിക്കുന്നത്. കാര്യം പരിഹാസികളാക്കുന്നു. വരും തലമുറയെ ഇവർ പരിഹാസികളാക്കും. ഒരു മുസ്ലിം സമുദായത്തിൽ നമ്മൾ ജനിച്ചു പോയില്ലേ, ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയും. ഒരു സംഗതിയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ജനിച്ചത് കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമായി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു വന്നു. അവരെല്ലാം അവർ കറക്റ്റ് ഖുർആനികപരമായ ജീവിതശൈലി അവരുപയോഗിക്കുന്നു, നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് പറഞ്ഞു തന്നത്? ഷിർക്ക് ചെയ്യാൻ പാടില്ല. ആദ്യം പറഞ്ഞു തന്നത് അതാണ്, ഷിർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ചോദിക്കുക എന്താണ് ഷിർക്ക്? ഇവർ കാണിക്കണം മുഴുക്ക ഷിർക്ക് തന്നെ. അപ്പോൾ ഈ വക വിഡ്ഢിത്തങ്ങളൊക്കെ ഒഴിവാക്കി ദയവ് ചെയ്ത് സമുദായത്തിന് മാനം കെടുത്തല്ലേ. ഒന്നുകൂടി പറയണം, മാനം കെടുത്തല്ലേ.